ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അത് അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനങ്ങളും. അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. അതെൻ്റെ ഉദ്ദേശം നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയകരമായി ചെയ്യും. അപ്പം ദൈവത്തിൻ്റെ വചനം, വാഗ്ദാന വചനം ആരൊക്കെ എവിടെയൊക്കെ ഇതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, ദൈവവചനം അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചാൽ, ആ ദൈവവചനത്തിൻ്റെ ഒരു സ്വീകാര്യത, ദൈവവചനത്തിൻ്റെ ഒരു റേഞ്ച്, ദൈവവചനത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് വാക്കുകളിൽ വർണ്ണിക്കാൻ കഴിയുകയില്ല. ആരൊക്കെ ഈ വചനം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ, ഇവിടെ വചനം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കലും ഒരു ദൈവവചനം ആരെങ്കിലും അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും അത് ഫലം ചൂടാതെ തിരിച്ചു വരികയില്ല. അത് ഫലം ചൂടാതെ തിരിച്ചു വരികയില്ല. വചനം അങ്ങനെ തന്നെ അടിവരയിട്ട് പറയുന്നത്, എൻ്റെ ഉദ്ദേശം അത് നടപ്പിലാക്കും, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വളരെ വിജയകരമായി അത് ചെയ്യുകയും ചെയ്യുമെന്നാണ്. അപ്പം ദൈവവചനത്തിൻ്റെ ശക്തി അത്ര വലുതാണ്. ദൈവവചനം ആരൊക്കെ എവിടെയൊക്കെ ഇതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ, ഈ വാഗ്ദാന വചനം നമ്മൾ ഓരോരുത്തരും മാംസം ധരിക്കും. വാഗ്ദാന വചനം മാംസം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വചനം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക. ആമേൻ, ഹല്ലേലൂയ.